നമസ്കാരം. മഴ തോരും മുമ്പേ സീരിയലിന്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അലീനയുടെ കാര്യങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ ബാലചന്ദ്ര മേനോൻ പോയിട്ട് സ്റ്റാൻലി ജോസഫിനെ കണ്ട് സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ. അലീനയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്റ്റാൻലിയോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ സ്റ്റാൻലിക്കാണെങ്കിൽ സ്വന്തം മകളെ കാണണം എന്നുള്ള ആഗ്രഹം മനസ്സിലേക്ക് വരികയാണ് കേട്ടോ. പഴയ കഥകളും വൈജിയെക്കുറിച്ചുള്ള ഓർമ്മകളും സ്റ്റാൻലിയെ കുറച്ചല്ല അലട്ടിയിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ സ്റ്റാൻലിയോട് ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യം കൂടെ ബാലചന്ദ്രമേനോൻ ചോദിക്കുകയാണ്. ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ സ്റ്റാൻലിയുടെ തലയിൽ കൂടെ ഒരു പെരുപ്പ് പോലെ തോന്നുക. അങ്ങനെ ബാലചന്ദ്രമേനോനോട് പറയുന്നുണ്ട്, ഞാൻ ഞാൻ വിളിക്കാം, എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ തീരുമാനം ഞാൻ അറിയിക്കാം എന്ന് പറയാണ് സ്റ്റാൻലി. അങ്ങനെ നമ്മുടെ ബാലചന്ദ്ര മേനോൻ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. പാലായിലേക്ക് എത്തുകയാണ് ബാലചന്ദ്ര മേനോൻ. എത്തിക്കഴിയുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അച്ഛൻ എവിടെ പോയതാ എന്ന് ചോദിക്കുക. അതിന് ഉത്തരം പറയാനും പറ്റാതാവുക ബാലചന്ദ്ര മേനോന്. അതുപോലെ തന്നെ ഒരു ബാലചന്ദ്ര മേനോനെ കാണാൻ വീണ്ടും സ്റ്റാൻലി എത്തുകയാണ്. അലീനയെ നേരിട്ട് കാണണമെന്നുള്ള ആവശ്യത്തോട് ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അലീനയും സ്റ്റാൻലിയും തമ്മിൽ നേരിട്ട് കാണുന്ന ആ നിമിഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഫേസ്ബുക്കിൽ കൂടിയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ. അങ്ങനെ സ്റ്റാൻലി പറയുന്നുണ്ട് ബാലചന്ദ്രനോട്, തിരികെ വീട്ടിലേക്ക് പോയിക്കോളൂ, ഞാൻ അലീനയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങളെ അറിയിക്കാം. പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് ബാലചന്ദ്രമേനോൻ പറയുന്നുണ്ട്. ശരി, ഞാൻ എപ്പോൾ നിങ്ങൾ പറയുന്നു അപ്പോൾ അലീനയെ ഇവിടെ കൊണ്ടുവിടുന്നതായിരിക്കും. ഇവിടേക്ക് തന്നെ അവളെ കൊണ്ടുവിടും. പക്ഷേ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അവൾ ഇവിടെ എത്തുമ്പോൾ അവൾ അറിയണം നിങ്ങളാണ് അവളുടെ അച്ഛനെന്ന്. അതിനു മുമ്പ് ഞാൻ അവളോട് ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയില്ല. പക്ഷേ ഇവിടെ വന്ന് നിങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ നിങ്ങളാണ് അവളുടെ അച്ഛനെന്ന് അവൾ അറിഞ്ഞിരിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ സ്റ്റാൻലി ആകെപ്പാടെ തകർന്ന ഒരവസ്ഥയിലിരിക്കുകയാണ്. ബാലചന്ദ്ര മേനോൻ പോയി കഴിഞ്ഞും സ്റ്റാൻലി ഇനി ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ മോള് അലീന, അവൾ ഇത്രയും നാൾ ഈ 23 വർഷം ഒരു അനാഥാലയത്തിലാണല്ലോ ജീവിച്ചത്. അത് ഓർക്കും തോറും സ്റ്റാൻലിയുടെ കണ്ണിലേക്ക് ഇരുട്ട് കയറുന്ന പോലെ തോന്നുവാണ്. അവൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഇന്നെൻ്റെ കുട്ടി ഒരു അനാഥാലയത്തിൽ ജീവിക്കേണ്ടി വരില്ലായിരുന്നു. പഴയകാല ഓർമ്മകളിലേക്കൊക്കെ തിരിച്ചു പോവുകയാണ് കേട്ടോ. ആഗ്രയിലെ കാലവും അവിടെ വെച്ച് വൈജയുമായുള്ള ബന്ധത്തെക്കുറിച്ചും ഒക്കെ സ്റ്റാൻലി ഇങ്ങനെ ഓർക്കാണ്. ഇരമ്പുന്ന ഓർമ്മകൾ സ്റ്റാൻലിയുടെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ രാവിലെ തന്നെ എണീറ്റിട്ട് ബാലചന്ദ്ര മേനോൻ പാലായിൽ പോവാണ്. ജ്വല്ലറിയിലേക്കാണ് കേട്ടോ പോകുന്നത്. ജ്വല്ലറിയിലേക്ക് ചെല്ലുമ്പം ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, അല്ല ഇന്നലെ എവിടെയായിരുന്നു എന്ന് ചോദിക്കുക. അപ്പോൾ ബാലചന്ദ്രമേനോൻ പറയുന്നുണ്ട്, അത് എനിക്ക് അത്യാവശ്യമായി കുളത്തുപുഴയിലേക്ക് പോകണമായിരുന്നു, അങ്ങനെ ഞാൻ കുളത്തുപുഴയിലേക്ക് പോയതാണെന്ന് പറയുകയാണ്. അങ്ങനെ ബാലചന്ദ്രമേനോൻ അവിടെ വന്നിരുന്ന് കണക്കും കാര്യങ്ങളും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നാൽ സ്റ്റാൻലിക്കാണെങ്കിൽ രാത്രിയിൽ ഉറങ്ങാനേ കഴിയുന്നില്ല. പലവട്ടം എണീറ്റിരിക്കുന്നു. ഒരുപാട് മദ്യപിച്ചിരുന്ന സ്റ്റാൻലിക്ക് അന്ന് മദ്യപിക്കാനേ പറ്റുന്നില്ല. പല പ്രാവശ്യവും സ്റ്റാൻലി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അലീനയെക്കുറിച്ച്. എൻ്റെ മോള് അലീന, അവൾ എങ്ങനെയായിരിക്കും ഇരിക്കുക, അവളുടെ ശബ്ദം എന്തായിരിക്കും, ബാലചന്ദ്ര മേനോനോട് പറഞ്ഞ് അവളെ ഒന്ന് വിളിപ്പിച്ചാലോ എന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെ ബാലചന്ദ്ര മേനോനെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, അതെ ബാലചന്ദ്ര മേനോനോട് എനിക്കൊരു അപേക്ഷയുണ്ട്. അപ്പം ബാലൻ ചോദിക്കുന്നുണ്ട്, ആ എന്താ എന്ന് ചോദിക്കുക. അപ്പോൾ പറയാണ്, അത് എനിക്ക് അലീനയോടൊന്ന് സംസാരിക്കണം. എനിക്ക് ഒട്ടും ഉറങ്ങാൻ കഴിയുന്നില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, മദ്യപിക്കാൻ പോലും പറ്റുന്നില്ല. എൻ്റെ മനസ്സിലേക്ക് അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരിക. എൻ്റെ മോളോട് എനിക്കൊന്ന് സംസാരിക്കണം, അവളുടെ ശബ്ദം എനിക്കൊന്ന് കേൾക്കണം എന്നൊക്കെ പറയാണ്. അപ്പോൾ ബാലചന്ദ്ര മേനോൻ പറയുന്നുണ്ട്, അതെ അതിനെന്താ, പക്ഷേ അവൾ നിങ്ങളുടെ അച്ഛനാണെന്നുള്ള നിങ്ങൾ അവളുടെ അച്ഛനാണെന്നുള്ള കാര്യം അവൾക്കറിയില്ലല്ലോ. അപ്പോൾ സ്റ്റാൻലി പറയാ, വേണ്ട, അറിയണ്ട, നിങ്ങൾ എന്നെക്കുറിച്ച് എന്തെങ്കിലും അവളോട് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ബാലചന്ദ്ര മേനോൻ പറയുന്നുണ്ട്, അതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് പട്ടികളുണ്ട് എന്നുള്ള കാര്യം ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. അവൾക്കും പട്ടികളെന്ന് വെച്ചാൽ ജീവനാ. ഒരുപാട് പട്ടികളെ അവൾക്ക് ഇഷ്ടമാണ്. അവൾ ഒരു പട്ടികളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അങ്കിളിനെ കുളത്തപ്പുഴയിൽ വെച്ച് ഞാൻ കണ്ടിരുന്നു എന്ന് അവളോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം.
അപ്പോൾ സ്റ്റാൻലി പറയാ, എങ്കിൽ അവളുടെ കയ്യിലൊന്ന് കൊടുത്തേ, എൻ്റെ മോളുടെ ശബ്ദം ഞാനൊന്ന് കേൾക്കട്ടെ. അപ്പോൾ ബാലചന്ദ്രൻ മേനോൻ അലീനയെ വിളിക്കണം. എന്നിട്ട് അലീനയിലെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുക. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ആരാ അച്ഛാ, എന്താ അച്ഛാ? അപ്പോൾ പറയാ, മോളെ അങ്കിള് ഇന്നലെ ഞാൻ പോയി കണ്ടില്ലേ കുളത്തുപുഴയിൽ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് നായ്ക്കളൊക്കെയുള്ള ആ അങ്കിളുടെ കാര്യം. ആ അങ്കിളാ വിളിക്കുന്നത്. മോൾക്കും പട്ടികളോട് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പം അങ്കിള് വിളിച്ചതാ മോളോട് സംസാരിക്കാൻ. ഒന്ന് മോള് സംസാരിച്ച് എന്ന് പറയാണ്. അപ്പോൾ അലീന ഫോൺ വാങ്ങിച്ചിട്ട് ഹലോ അങ്കിൾ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലിക്ക് അലീനയുടെ ശബ്ദം കേട്ടപ്പോഴേക്കും തൊണ്ടയിടറുന്നതായിട്ട് തോന്നുക. സ്റ്റാൻലി ഹലോ മോളെ എന്ന് വിളിക്കാൻ വരികയും തൊണ്ടയിടറുകയും ചെയ്യുന്നത് ഒരുപോലെയായിരുന്നു. അപ്പോഴേക്കും വീണ്ടും അലീന ചോദിക്കുകയാണ്, അങ്കിൾ അങ്കിൾ എന്താ സംസാരിക്കാത്തെ? അപ്പോൾ പെട്ടെന്ന് സ്റ്റാൻലി പറയാ, മോളെ അല്ല ഞാൻ മോളുടെ ശബ്ദം കേൾക്കുകയായിരുന്നു എന്ന് പറയാ. അല്ല അങ്കിളെ, അങ്കിളിൻ്റെ വീട്ടിൽ ഒരുപാട് പട്ടികളുണ്ടോ എന്ന് ചോദിക്കുകയാണ് അലീന. അപ്പം സ്റ്റാൻലി പറയാണ്, ആ ഉണ്ട്, ഒരുപാട് എണ്ണം ഉണ്ട് എന്ന് പറയാം. അപ്പോൾ അലീന ചോദിക്കുക, അങ്കിളിന് നായ്ക്കളെ ഭയങ്കര ഇഷ്ടമാണല്ലേ? അച്ഛൻ പറഞ്ഞിരുന്നു. അതെ, എനിക്ക് നായ്ക്കളെ ഭയങ്കര ഇഷ്ടമാണ്, ഇവിടെ ഒരുപാട് എണ്ണം ഉണ്ട്. അപ്പോൾ അലീന ചോദിക്കുക, എത്ര എണ്ണം കാണും? ഒരു 5-6 കാണുമോ? അപ്പോൾ സ്റ്റാൻലി പറയാ, 5-6 10-20 എണ്ണം ഉണ്ട് എന്ന് പറയാ. അപ്പോൾ അലീന ആകെ എക്സൈറ്റഡ് ആയിട്ട് പറയാ, ആണോ 10-20 നായ്ക്കളോ? അപ്പോൾ അങ്കിളിന് നായ്ക്കളെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. എനിക്കും അങ്ങനെ തന്നെയാ, ഒരുപാട് ഇഷ്ടമാണ്, നല്ല സ്നേഹമുള്ള ജീവികളാ, അതുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ പറഞ്ഞേ എന്ന് പറയാ. അപ്പോൾ അലീന പറയുന്നുണ്ട്, അങ്കിളെ ഒരു ദിവസം ഞാൻ അങ്കിളുടെ വീട്ടിലേക്ക് വരാട്ടോ. എന്തിനാന്ന് വെച്ചാലേ അവിടെ 10-20 നായ്ക്കളില്ലേ, അവരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാ. ഭയങ്കര സന്തോഷത്തോടെയാ അലീന പറയുന്നത്. അതൊക്കെ കേൾക്കുമ്പം അലീനയുടെ ഓരോ വാക്കും ശബ്ദവും സ്റ്റാൻലിയിൽ കുളിരണിയിക്കാണ്. തൻ്റെ മോള് അപ്പുറത്തെ തലയ്ക്ക് നിന്ന് തന്നോട് സംസാരിക്കുന്നു അങ്കിളെ എന്ന് വിളിച്ചിട്ട്. പത്താനിക്കാണെങ്കിൽ ഒന്ന് തുറന്നു പറയാൻ പറ്റുന്നുമില്ല അവളോട് എന്നൊക്കെ സ്റ്റാൻലി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക. അപ്പോഴേക്കും അലീന പറയുന്നുണ്ട്, എന്നാൽ ശരി അങ്കിളെ, ഞാൻ അച്ഛൻ്റെ കയ്യിലെ ഫോൺ കൊടുക്കാട്ടോ എന്നും പറഞ്ഞ് ഫോൺ ബാലചന്ദ്ര മേനോൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അലീന. അപ്പോൾ വാങ്ങിച്ചിട്ട് പറയുന്നുണ്ട് സ്റ്റാൻലിയോട്, സ്റ്റാൻലി. അപ്പോൾ സ്റ്റാൻലി പറയാ, ബാലചന്ദ്ര മേനോനെ, എനിക്ക് അവളെ എങ്ങോട്ട് കൊണ്ടുവരണമെന്ന് തോന്നുമ്പം ഞാൻ അങ്ങോട്ട് വരും, അവളെ എൻ്റെ കൂടെ വിടണം കേട്ടോ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ബാലൻ്റെ മനസ്സിലൂടെ ഒരു ഇരമ്പല് വരികയാണ്. അലീന അവളുടെ അച്ഛനോട് സംസാരിച്ചിരിക്കുന്നു. സ്റ്റാൻലി ജോസഫ് അവളുടെ സൗണ്ട് കേട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ അലീന അവൾക്ക് പോകാറായി. ഈ വീട്ടിൽ നിന്ന് അലീന പോകുന്നത് ഓർക്കുമ്പോൾ ആകെപ്പാടെ വിഷമം തോന്നുകയാണ് കേട്ടോ ബാലചന്ദ്ര മേനോനും. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് പിറ്റേ ദിവസവും സ്റ്റാൻലി അലീനയെക്കുറിച്ച് മാത്രം ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അലീന അവളെ എനിക്ക് കാണണം, അവളെ ഇവിടെ കൊണ്ടുവരണം, കൊണ്ടുവന്നിരുന്നതിന് മുമ്പ് എനിക്ക് അവളെ ഒരു നോക്ക് കാണണം, എൻ്റെ മോള് എങ്ങനെ ഇരിക്കുന്നതെന്ന് എനിക്കറിയണം, ആരെപ്പോലെ ആയിരിക്കും അവൾ ഇരിക്കുക, അവളെ എനിക്ക് കാണണം എന്നൊക്കെ സ്റ്റാൻലി വിചാരിക്കുക. എന്നിട്ട് പിറ്റേ ദിവസം തന്നെ രാവിലെ നേരെ പാലായിക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ സമയത്ത് ബാലചന്ദ്ര മേനോൻ പാലായിലെ ജ്വല്ലറിയിലുണ്ട്. ജ്വല്ലറിയിൽ കണക്കുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് സ്റ്റാൻലി നേരെ കോട്ടയത്തേക്ക് എത്തുന്നത്. പാലായിലെത്തി അവിടെ ജ്വല്ലറിക്ക് മുമ്പിൽ കാറ് നിർത്തിയിട്ട് സ്റ്റാൻലി ഇറങ്ങി വരികയാണ്. നല്ല ഗംഭീരമായിട്ട് ഇറങ്ങി വരുമ്പം ഒരു കോടീശ്വരനെ പോലെ തന്നെ തോന്നുകയാണ് സ്റ്റാൻലിയെ കണ്ട. വളരെ ഗൗരവത്തോടെ ജ്വല്ലറിക്കുള്ളിലേക്ക് കയറി വരുന്ന സ്റ്റാൻലിയെ ഗോവർദ്ധൻ കാണുകയാണ്. അപ്പോഴേക്ക് ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, ഏതോ വലിയൊരു പണച്ചാക്ക് വരുന്നു, 10-100 പവൻ പർച്ചേസ് ചെയ്യാൻ വരുന്നതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഗോവർദ്ധൻ അടുത്തേക്ക് ചെന്ന് ചോദിക്കുക, സാറിന് എന്താ ആവശ്യം, എന്താ വേണ്ടതെന്ന് പറയൂ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലി പതിഞ്ഞ സ്വരത്തിൽ പറയാണ്, അത് ഞാനൊന്നും പർച്ചേസ് ചെയ്യാൻ വന്നതല്ല, എനിക്ക് ബാലചന്ദ്ര മേനോനെയാണ് കാണേണ്ടത് എന്ന്. അപ്പോൾ ഉടനെ ഗോവർദ്ധൻ പറയാണ്, ആണോ, ശരി ഇവിടെ ഇരിക്കൂ, ഞാൻ വിളിക്കാമെന്ന് പറയാ. എന്നിട്ട് നേരെ ചെന്ന് ബാലചന്ദ്ര മേനോൻ്റെ റൂമിൽ ചെന്ന് ഗോവർദ്ധൻ പറയുന്നുണ്ട്, ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്, സാറിനെ കാണണമെന്നാ പറയുന്നതെന്ന് പറയാം. അപ്പോൾ ബാലചന്ദ്ര മേനോൻ പറയുന്നുണ്ട്, ശരി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടോളൂ എന്ന് പറയാം. ആ സമയത്ത് സ്റ്റാൻലി ബാലചന്ദ്ര മേനോൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ്. സ്റ്റാൻലിയെ കണ്ട് ഞെട്ടിപ്പോവാണ് ബാലചന്ദ്രൻ. ഉടനെ തന്നെ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, ഗുഡ് മോർണിംഗ് എന്ന് പറയാണ്. അപ്പോഴേക്ക് പെട്ടെന്ന് ബാലചന്ദ്ര മേനോനും പറയുന്നുണ്ട്, ആ വെരി ഗുഡ് മോർണിംഗ്, എന്താ സ്റ്റാൻലി ജോസഫ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? അപ്പോഴേക്കും സ്റ്റാൻലി പറയാണ്, അത് ബാല, എനിക്കൊരു കാര്യം പറയാനുണ്ട്, വേറൊന്നുമല്ല,
എനിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല. എൻ്റെ മോളെക്കുറിച്ചുള്ള ചിന്തകളാണ്. കഴിഞ്ഞ 23 വർഷം അവൾ ഒരു അനാഥാലയത്തിലായിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല. എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണണം, എൻ്റെ മോളെ ഒന്ന് കാണിച്ചു തരണം എന്ന് പറയാണ്. അപ്പോൾ ബാലചന്ദ്രമേനോ പറയുന്നുണ്ട്, അങ്ങനെ വിഷമിക്കാനൊന്നുമില്ല. നിങ്ങൾ ആവശ്യപ്പെട്ട നിങ്ങളുടെ മോളെ നാളെ തന്നെ ഞാൻ തിരിച്ച് കുടൽത്തുപുഴയ്ക്ക് കൊണ്ടുവിടാം. നിങ്ങൾ കൊണ്ടുപോകണ്ട, ഞാൻ അവളെ അവിടെ കൊണ്ടാക്കിക്കോളാം. പക്ഷെ അവിടെ വരുമ്പം അവൾ അറിയണം അവളുടെ അച്ഛനാണ് നിങ്ങളെന്നുള്ള കാര്യം. ഉടനെ സ്റ്റാൻലി പറയുന്നുണ്ട്, അറിയാം, ഞാൻ എല്ലാ വിവരങ്ങളും അവളോട് തുറന്നു പറഞ്ഞോളാം. എൻ്റെ മോളെ നിങ്ങൾ അടുത്ത ദിവസം അവിടെ കൊണ്ടുവിടണമെന്ന് പറയുക. അപ്പോൾ ബാലചന്ദ്രമേനോൻ സമ്മതിക്കുകയാണ് കേട്ടോ. അതേസമയം സ്റ്റാൻലി വീണ്ടും പറയുന്നുണ്ട്, അത് ബാലചന്ദ്രമേനോൻ എനിക്കൊരു ഉപകാരം ചെയ്യണം. അപ്പോൾ എന്താന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. ഉടനെ തന്നെ സ്റ്റാൻലി പറയാ, അത് ബാലചന്ദ്ര, എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണണം, ഒരു നോക്ക് കാണണം. നമുക്ക് എവിടെയെങ്കിലും പോയി ഒന്ന് സംസാരിക്കാം എന്ന് പറയാണ്. ഏതെങ്കിലും ബാറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലോ എവിടെയെങ്കിലും പോയി നമുക്ക് സ്വകാര്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം എന്ന് പറയാ. അപ്പോൾ ഉടനെ ബാലചന്ദ്രമേനോ പറയാണ്, സ്റ്റാൻലി ജോസഫ്, ആ കാര്യം നടക്കില്ല. നിങ്ങളെ അറിയാവുന്ന 2 പേര് ഈ നാട്ടിലുണ്ടെന്നുള്ള കാര്യം അറിയാലോ. നിങ്ങളെ ഇപ്പോൾ കണ്ടാലും അവർ തിരിച്ചറിയും. ഒന്ന് എൻ്റെ ഭാര്യ വൈജയന്തി, മറ്റേത് അവളുടെ സഹോദരൻ. അവർ 2 പേരും നിങ്ങളെ എവിടെ വെച്ച് കണ്ടാലും തിരിച്ചറിയും. അതുകൊണ്ട് നിങ്ങളുമായിട്ട് പുറത്തു പോയി സംസാരിക്കാനും ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ടെന്നുള്ള വിവരം അവരറിയാനും ഇടയാവരുത്. അതുകൊണ്ട് അങ്ങനെ ഒരു കൂടിക്കാഴ്ചയുടെ ആവശ്യമില്ല. നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ സംസാരിക്കാമെന്ന് പറയാം. അപ്പോൾ സ്റ്റാൻലി പറയാണ്, ശരി, ഇവിടെ ഇരുന്നെങ്കിൽ ഇവിടെ ഇരുന്ന് എനിക്ക് നിങ്ങളോട് ഒരു അപേക്ഷയുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുക, എന്തപേക്ഷ? എൻ്റെ അടുത്ത് നിങ്ങൾ ഒന്നും അപേക്ഷിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു അവസ്ഥയിലുള്ള ആളല്ല ഈ ബാലചന്ദ്രൻ. അത് മനസ്സിലായി കാണുമല്ലോ. ഒരു വിലയുമില്ലാത്ത ജീവിതത്തിലൂടെ മുന്നോട്ട് പോവാണ് ഞാൻ. നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ വിഡ്ഢിയുണ്ടല്ലോ, ആ വിഡ്ഢി എന്നല്ല പറയേണ്ടത്, പമ്പര വിഡ്ഢി, അതാണ് ഞാൻ. പിന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, പറഞ്ഞോളൂ. അപ്പോൾ ഉടനെ സ്റ്റാൻലി മടിച്ച് പറയാണ്, അത് ബാലചന്ദ്ര, എൻ്റെ മോൾ അലീന, അവൾ സുഖമായിട്ടിരിക്കുന്നോ? അപ്പം ബാലചന്ദ്രൻ പറയാണ്, അവൾ സുഖമായിട്ടിരിക്കുന്നു, അവൾ എൻ്റെ വീട്ടിലുണ്ട്, എൻ്റെ മകളാണ് അവൾ, എൻ്റെ മക്കളുടെ കൂടെ അവൾ സന്തോഷത്തോടെ ഇരിക്കുന്നു. അവൾ എനിക്ക് വേണ്ടി ഒരു ത്യാഗം ചെയ്യാൻ പോവാണ്. എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് വൈജയന്തി തിരിച്ച് വീട്ടിലേക്ക് വരണമെങ്കിൽ അവൾ അവിടുന്ന് പോകണം. അതിന് വേണ്ടിയിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് എൻ്റെ കുട്ടി. അതുകൊണ്ട് എങ്ങോട്ടും വിടാതെ അവളുടെ അച്ഛനായ നിങ്ങളുടെ അടുത്ത് തന്നെ കൊണ്ടുവിടാനാ എൻ്റെ തീരുമാനം. അപ്പോൾ വീണ്ടും സ്റ്റാൻലി പറയാണ്, അത് ബാലചന്ദ്ര, എനിക്ക് അവളെ ഇന്നൊന്ന് കാണണം. എനിക്ക് അവളുടെ മുഖം കണ്ടേ മതിയാവുള്ളൂ. അവളെ കാണാൻ നിങ്ങൾ എനിക്കൊരു അവസരം ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കാം. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതെങ്ങനെ കാണാനാ? എൻ്റെ വീട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റില്ല, അത് നിങ്ങൾക്കറിയാലോ. അപ്പോൾ സ്റ്റാൻലി പറയാ, വേണ്ട, അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാനോ? ഇങ്ങോട്ട് കൊണ്ടുവന്ന് നിങ്ങളും അവളും നേരിലുള്ള ഒരു കാഴ്ച, മുഖാമുഖമുള്ള ഒരു കാഴ്ച, അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അലീനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറയാണ്. അപ്പോൾ വിഷമത്തോടെ വീണ്ടും സ്റ്റാൻലി ഇരിക്കുന്ന കാണുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ശരി, ഞാൻ വേറൊരു കാര്യം ചെയ്യാം. നിങ്ങൾ ഈ CCTV വിഷ്വൽസിലേക്ക് നോക്കിയിരുന്നോളൂ. നിങ്ങളുടെ മോളെ അതിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് പറഞ്ഞ് TV-യുടെ മോണിറ്റർ തിരിച്ചു വച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതിലേക്ക് നോക്കിയിരിക്കുകയാണ് സ്റ്റാൻലി ജോസഫ്. ബാലചന്ദ്രൻ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. ഇറങ്ങുമ്പോൾ ഗോവർദ്ധനോട് പറയുന്നുണ്ട്, അതെ ഗോവർദ്ധ, എൻ്റെ ഒരു ഫ്രണ്ടാണ് അകത്തിരിക്കുന്നത്. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കരുത്. ഒന്നും ചോദിക്കാനും പറയാനും ഉള്ളിലേക്ക് താൻ പോവുകയും വേണ്ടെന്ന് പറയാം. അപ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട്, ശരി, ഞാൻ പോവില്ല എന്ന് പറയാം. അങ്ങനെ ബാലചന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. വീട്ടിൽ ചെന്ന് കോളിംഗ് ബെൽ അടിക്കുകയാണ്. കോളിംഗ് ബെൽ അടിക്കുമ്പോഴേക്കും വാതിൽ തുറക്കുന്നത് അലീനയാണ്. അലീന ചോദിക്കുന്നുണ്ട്, അല്ല, എന്താ അച്ഛൻ പോയിട്ട് തിരിച്ചു വന്നത്? രാവിലെ ജ്വല്ലറിയിലേക്ക് പോയതല്ലേ അച്ഛൻ, പിന്നെ എന്താ ഇത്ര പെട്ടെന്ന് തന്നെ തിരികെ വന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ ബാലചന്ദ്രൻ പറയാ, ഏയ്, ഒരു പ്രശ്നവുമില്ല. നിന്നെ ഒന്ന് വിളിക്കാനും നിന്നെ കൂട്ടിക്കൊണ്ട് ഒന്ന് ടൗൺ വരെ പോകാനും വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അലീന ചോദിക്കുക, അതെന്താ എന്നെ കൂട്ടിക്കൊണ്ട് എന്തിനാ ഇപ്പം ടൗണിലേക്ക് പോകുന്നത്? അല്ല, എന്താച്ചാ ആവശ്യം? ഇപ്പം അത്യാവശ്യമായിട്ട് ഞാനുമായിട്ട് ടൗണിൽ പോകണ്ടേ? അപ്പോൾ ബാലചന്ദ്രൻ പറയാം, അതൊക്കെ ഉണ്ട്, ഒരത്യാവശ്യമുണ്ട്. നീ പോയി പെട്ടെന്ന് റെഡിയാക്കി, നീയുമായിട്ട് എനിക്ക് ടൗണിലൊന്ന് പോകണം എന്ന് പറയാണ്.
അപ്പോഴേക്കും ബാലചന്ദ്രൻ അത് പറയുമ്പോൾ പോയി അലീന റെഡിയായിട്ട് വരിക. എന്നിട്ട് വീണ്ടും ചോദിക്കുന്നുണ്ട്, അല്ല എന്തിനാച്ചാ ഇപ്പം ടൗണിലേക്ക് പോകുന്നത്? അപ്പോൾ ബാലചന്ദ്രൻ പറയാ, നിനക്ക് ഞാൻ കുറച്ച് സ്വർണ്ണമൊക്കെ എടുത്ത് ജ്വല്ലറി വെച്ചിട്ടുണ്ട്, നിനക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനുകളൊക്കെ അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാം, അതിന് വേണ്ടിയിട്ടാ കുറേ മാലയും വളകളും ഒക്കെ. അപ്പോഴേക്ക് അലീന പറയാം, എന്തിനാച്ചാ എനിക്ക് സ്വർണ്ണമൊക്കെ? എനിക്ക് സ്വർണ്ണമൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നല്ലേ. അല്ല ഇപ്പം നിനക്ക് തരാനല്ല, ഇപ്പം നിനക്ക് ഞാൻ തരികയില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പം നീ ഇത് കൊണ്ടുപോയാൽ നീ അത് വിറ്റ് വല്ല ധർമ്മസ്ഥാപനത്തിന് ദാനം ചെയ്യും, അത് ഞാൻ സമ്മതിക്കില്ല. നിന്റെ വിവാഹമാകുമ്പോൾ നിനക്ക് തരാനാ, പക്ഷേ ഇപ്പോഴേ സെലക്ട് ചെയ്ത് വച്ചേക്കാന്ന് വിചാരിച്ച എന്ന് പറയാ. അപ്പം അലീന പറയാ, പിന്നെ ഇപ്പോഴേ സെലക്ട് ചെയ്ത് വെച്ചാൽ ആ സമയമാകുമ്പോഴത്തേക്കും അതിൻ്റെയൊക്കെ ഫാഷനൊക്കെ പോകും, പിന്നെ അതൊക്കെ ഇട്ട് വിവാഹത്തിനിറങ്ങാൻ എന്നെയൊന്നും കിട്ടില്ല കേട്ടോ എന്നിങ്ങനെ പറയുമ്പം അലീനയുടെ നേരെ നോക്കി ചിരിക്കുകയാണ് ബാലചന്ദ്രൻ. നീ പെട്ടെന്ന് റെഡിയായി വാ എന്ന് പറയാ. അലീന റെഡിയായി ബാലചന്ദ്രനൊപ്പം കാറിൽ ചെല്ലുകയാണ്. അതേസമയം സ്റ്റാൻലിയാണ് അക്ഷമയോടെ ആ റൂമിൽ ഇരിക്കുക. CCTVയിലൂടെ പല വിഷ്വൽസും കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഏത് സമയമായിരിക്കും ബാലചന്ദ്രൻ വരുന്നത് എന്ന് മാത്രമാണ് സ്റ്റാൻലി ആ സമയം ചിന്തിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ അലീനയും ബാലചന്ദ്രനും കൂടെ ജ്വല്ലറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വരുന്നത് സ്റ്റാൻലി കാണുന്നത്. അലീന ബാലചന്ദ്രന്റെ പുറകിലാണ് നിൽക്കുന്നത്. സ്റ്റാൻലി തല വെട്ടിച്ചും തിരിച്ചും ഒക്കെ നോക്കുന്നുണ്ട്. എന്നിട്ടും അലീനയുടെ മുഖം ശരിക്ക് കാണാൻ സ്റ്റാൻലിക്ക് പറ്റുന്നില്ല. സ്റ്റാൻലി വളരെ ആകാംക്ഷയോടെ തൻ്റെ മോളെ കാണാനായിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാലചന്ദ്രൻ മുന്നോട്ട് കയറുകയും അലീന ഒപ്പം കയറുകയും ബാലചന്ദ്രൻ അലീനയോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അത് കാണുമ്പോഴേക്കും സ്റ്റാൻലിയുടെ കണ്ണ് നിറയാണ്. സ്റ്റാൻലി മനസ്സിൽ ആലോചിക്കുകയാണ്, ടാനിയെ പോലെ തന്നെ ഇരിക്കുന്നു. ടാനിയയുടെ മുഖം അത് തന്നെയാണ് അലീനയ്ക്ക്. ടാനിയെ പോലെ തന്നെയാണ്. ടാനിയ എൻ്റെ അമ്മച്ചിയെ പോലെ തന്നെയാണ് ഇരിക്കുന്നതെന്നാണ് എല്ലാവരും പറഞ്ഞത്. ഇപ്പോൾ അലീന അതുപോലെ തന്നെ. അലീനയുടെ നെറ്റിത്തടം എൻ്റെ അമ്മച്ചിയുടെ നെറ്റിത്തടം പോലെ തന്നെ, നല്ല വീതിയുള്ള നെറ്റിത്തടം. അലീനയുടെ ആ ഷേപ്പ് എൻ്റെ അമ്മച്ചിയെ പോലെ തന്നെ, അതുപോലെ തന്നെ ഇരിക്കുന്ന അലീന, അവൾ എൻ്റെ മോള് തന്നെ. ഇത്രയും വർഷം എൻ്റെ കുഞ്ഞ് എവിടെയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ സ്റ്റാൻലി ആലോചിക്കുക. അലീനെ തന്നെ നോക്കുവാണ് ആ വിഷ്വൽസിൽ, വേറൊന്നും ചിന്തിക്കുന്നില്ല. അതേസമയം ബാലചന്ദ്രൻ അലീനയെ കൊണ്ടുവന്ന് കുറേ സ്വർണ്ണാഭരണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, എനിക്കിതൊന്നും വേണ്ടച്ചാ, എനിക്ക് വിവാഹമാകുമ്പോൾ അപ്പോഴല്ലേ, എനിക്ക് സ്വർണത്തിനോടൊന്നും ആഗ്രഹമില്ല, ഇതിനൊക്കെ പകരം പണം തന്നാൽ മതി എന്ന് പറയാം. അപ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, പണമൊന്നും നിനക്ക് തരില്ല, നിനക്ക് ആർക്കെങ്കിലും അത് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ചോദിക്കുന്നത്, അതൊന്നും ഞാൻ സമ്മതിച്ച് തരില്ല, ഇപ്പം നീ നോക്കിക്കേ എന്ന് പറഞ്ഞ് കുറച്ച് ആഭരണങ്ങളൊക്കെ എടുത്ത് അലീനയുടെ കഴുത്തിലും കയ്യിലും ഒക്കെ വച്ച് നോക്കുന്നുണ്ട് ബാലചന്ദ്രൻ. എന്നിട്ട് പറയുന്നുണ്ട്, ഇതൊക്കെ എടുത്ത് മാറ്റി വെച്ചേരെ, ഇവക്ക് കൊടുക്കാനുള്ളതാണെന്ന്. അലീന വീണ്ടും കുസൃതിയോടെ പറയാ, എൻ്റെ പൊന്നച്ച, എനിക്കിതിന് പൈസ തന്നാൽ ഞാൻ വല്ല കാര്യം ചെയ്തോളാം, ഈ സ്വർണ്ണമൊന്നും വേണ്ടെന്നേ, എനിക്കല്ലേലും ഒരുപാട് സ്വർണ്ണമൊന്നും ഇഷ്ടമില്ല എന്ന് പറയാം. ബാലചന്ദ്രൻ അല്ലെങ്കിലും അറിയാം അലീനയ്ക്ക് സ്വർണ്ണമൊന്നും ഇഷ്ടമില്ല, സ്വർണത്തിനൊന്നും ഒരു ഭ്രമവും ഇല്ല എന്നുള്ള കാര്യം. പക്ഷേ സ്റ്റാൻലിയെ കാണിക്കാനും വേണ്ടിയിട്ടാണല്ലോ കൊണ്ടുവന്നത്. അതിനൊക്കെ ശേഷം അലീനയോട് പറയുന്നുണ്ട്, ഇനി നീ പോയിക്കോളാൻ പറയാ. എന്നിട്ട് നേരെ ഗോവർദ്ധൻ്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, ഗോവർദ്ധ, ദേ അലീനയെ വീട്ടിലേക്കൊന്ന് കൊണ്ടുവിടണം എന്ന് പറയാണ്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അതെന്താച്ചാ ഇങ്ങോട്ട് അച്ഛൻ കൊണ്ടുവന്നു, അങ്ങോട്ട് ഇനി അച്ഛന് കൊണ്ടുവിടാൻ പറ്റില്ലേ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്, അതുകൊണ്ട് ഗോവർദ്ധൻ നിന്നെ വീട്ടിലേക്ക് അയക്കും എന്ന് പറയണം. അങ്ങനെ ഗോവർദ്ധൻ അലീനയും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അതേസമയം സ്റ്റാൻലി ആണെങ്കിൽ അവിടെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. പല ഓർമ്മകളും വരെയാണ് കേട്ടോ ആ സ്ക്രീനിലേക്ക് നോക്കിയപ്പോൾ സ്റ്റാൻലിക്ക്. എൻ്റെ മോൾ അലീന, അവൾ ഇത്രയും നാളും ജീവനോടെ ഉണ്ടെന്ന് പോലും ഞാൻ അറിഞ്ഞില്ല. ഭൂതകാലത്തിലേക്ക് തിരിച്ചു പോകുന്ന സ്റ്റാൻലി ആലോചിക്കുന്നു, എൻ്റെ കുഞ്ഞ് ഈ 23 വർഷം ഒരു അനാഥാലയത്തിൽ, ഞാൻ എല്ലാ സുഖലോലുപതയുടെയും ജീവിച്ചപ്പോൾ എൻ്റെ കുഞ്ഞ് അനാഥാലയത്തിൽ. അത് ഓർക്കുമ്പം സ്റ്റാൻലിയുടെ നെഞ്ചിലൂടെ ഒരു ഇടുത്തി പാഞ്ഞു പോകുന്ന പോലെ തോന്നുകയാണ്. കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നുകയാണ്. കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. ആരും താൻ കരയുന്നതായി കാണരുതെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റാൻലി പോക്കറ്റിൽ നിന്ന് ടവലെടുത്ത് മുഖമൊക്കെ തുടച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ബാലചന്ദ്രൻ മുറിയിലേക്ക് കയറി വരികയാണ്. ബാലചന്ദ്രൻ മുറിയിലേക്ക് കയറി വരുമ്പം തൂവാല കൊണ്ട് മുഖം മുറക്കി തുടയ്ക്കുകയും മൂക്ക് ചീറ്റുകയും ഒക്കെ ചെയ്യുന്ന സ്റ്റാൻലിയാണ് കാണുന്നത്. ബാലചന്ദ്രൻ്റെ കാര്യം മനസ്സിലായി. അലീനയുടെ മുഖം കണ്ടപ്പോൾ എല്ലാ നിയന്ത്രണവും വിട്ടുപോയിട്ടുണ്ടാവും സ്റ്റാൻലിക്ക് എന്ന് മനസ്സിലാക്കുക ബാലചന്ദ്രൻ. അപ്പോൾ ബാലചന്ദ്രനെ പറയുന്നുണ്ട്, ഞാൻ കണ്ടു, എൻ്റെ മോളെ ഞാൻ കണ്ടു എന്ന് പറയുക. നാളെ തന്നെ നിങ്ങൾ എൻ്റെ മോളെ കൊണ്ടുവന്ന് കുളത്തുപുഴയ്ക്ക് വിടില്ലേ എന്ന് ചോദിക്കുക.
അപ്പോൾ ഉടനെ തന്നെ ബാലചന്ദ്രൻ പറയാണ്, തീർച്ചയായിട്ടും അവളെ നാളെ തന്നെ ഞാൻ കുളത്തുപുഴയ്ക്ക് കൊണ്ടുവിടാം, അവൾക്ക് ഇഷ്ടമാണെങ്കിൽ. അവിടെ വരുമ്പം നിങ്ങൾ അവളുടെ അച്ഛനാണെന്നുള്ള കാര്യം അവൾ അറിയണമെന്ന് പറയുമ്പോൾ സ്റ്റാൻലി സമ്മതിക്കുക. എന്നിട്ട് വളരെ വിഷമത്തോടു കൂടി സ്റ്റാൻലി അവിടുന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. അതേസമയം സ്റ്റാൻലി പോകുമ്പോഴും തിരിഞ്ഞിരിക്കുന്ന ആ CCTV വിഷ്വൽസ് നേരെ വെക്കാനോ അതിൽ നോക്കാനോ ഒന്നും ബാലചന്ദ്രൻ തയ്യാറാവുന്നില്ല. തനിക്കിതൊന്നും കാണണ്ട അലീന, അവള് പോവാണ് എൻ്റെ വീട്ടിൽ നിന്ന്. അവള് ഞങ്ങളുടെ വീട്ടിലെ വെളിച്ചമായിരുന്നു, ഇനിയിപ്പോൾ അവള് പോവാണ്. എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും താങ്ങായും തണലായും നിന്നത് അവളാണ്. അവള് പോവാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ബാലചന്ദ്രൻ വിങ്ങിപ്പൊട്ടുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്